ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേട്ടോ. നമ്മളിത് നോക്കുന്നത് PSC കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഏറ്റവും ബെസ്റ്റായിട്ടുള്ള നമ്മുടെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ്, അതായത് നമ്മളെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലായിട്ട് PSC ചോദിച്ച ഒരു 19 സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആട്ടോ നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: നീതി ആയോഗിനെ സംബന്ധിച്ചിട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നീതി ആയോഗുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ: ഒന്ന്, ആസൂത്രണത്തിന് വേണ്ടിയിട്ട് പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്ന ഭരണ സംവിധാനമാണ് നീതി ആയോഗ്. രണ്ട്, നീതി ആയോഗിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ്. മൂന്ന്, 2015 ജനുവരി 1 നിലവിൽ വന്നത്. നാല്, നീതി ആയോഗിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അപ്പം ഇതിൽ നീതി ആയോഗുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഏതൊക്കെയായിരിക്കും ഇതിൽ ശരിയായ പ്രസ്താവനകൾ? ഒന്ന്, ആസൂത്രണത്തിന് വേണ്ടിയിട്ട് പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്നതാണ് ഇത് നീതി ആയോഗ്, ശരിയാണ്. രണ്ട്, നീതി ആയോഗിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ആര് തന്നെയാണ്? പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ്. 2015 ജനുവരി 1 നിലവിൽ വരുന്നത്. നീതി ആയോഗിൻ്റെ ആസ്ഥാനം എവിടെയാ? ന്യൂഡൽഹി തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? 4 പ്രസ്താവനകളും ശരിയായ പ്രസ്താവനകൾ തന്നെയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം: ആത്മനിർഭർ ഭാരത് അഭിയാൻ പദ്ധതിയിൽ താഴെ പറയുന്നതിൽ ശരിയല്ലാത്തത് ഏതാണ്? അതായത് ആത്മനിർഭർ ഭാരത് അഭിയാനുമായി ബന്ധപ്പെട്ടിട്ട് താഴെ തന്നിരിക്കുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഒന്ന്, കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിലാണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചത്. രണ്ട്, 2020 മെയ് 12 പ്രഖ്യാപിക്കുന്നത്. ഇന്ത്യയുടെ GDPയുടെ 10% വരുന്ന പദ്ധതിയാണ് ഈ ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്നത്. നാല്, അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പം ഇതിൽ ആത്മനിർഭർ ഭാരത് അഭിയാനുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായ പ്രസ്താവന ഏതാ? ഒന്ന്, കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിലാണ് ഏത് വരുന്നത്? ആത്മനിർഭർ ഭാരത് അഭിയാൻ അല്ലേ പ്രഖ്യാപിക്കുന്നത്. അഥവാ 2020 മെയ് 12 പ്രഖ്യാപിച്ചത്. ഇന്ത്യയുടെ GDPയുടെ 10% വരുന്ന പദ്ധതിയാണ് ഇത് ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്നത്. എന്താണ് തെറ്റ്? അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് വേണ്ടി മാത്രമാണ് എന്നുള്ളത് എന്താണ്? തെറ്റായ പ്രസ്താവനയാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം തന്നിരിക്കുന്നവയെ ചേരുംപടി ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന്, GST ബില്ല് നിലവിൽ വന്നത്. രണ്ട്, ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചു. മൂന്ന്, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം. നാല്, 1-ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു. ചേരുംപടി ചേർക്കേണ്ടത് ഓപ്ഷൻ എ 2005 ഓഗസ്റ്റ് 23, ഓപ്ഷൻ ബി 1950 മാർച്ച് 15, ഓപ്ഷൻ സി 2017 ജൂലൈ 1, ഓപ്ഷൻ ഡി 1951 ഏപ്രിൽ 1. ഇതിൽ എ കോളത്തിന് അനുയോജ്യമായത് ബി കോളവുമായിട്ട് യോജിപ്പിക്കാം. ഏതായിരിക്കും ഇതിൻ്റെ ആൻസർ? ഒന്ന്, GST ബില്ല് നിലവിൽ വരുന്നത് എന്നാ? GST ബില്ല് നിലവിൽ വരുന്നത് എന്നാ? 2017 ജൂലൈ 1 അല്ലേ? 2017 ജൂലൈ 1 GST ബില്ല് നിലവിൽ വരുന്നത് അല്ലേ? ഇനി രണ്ട്, ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുന്നത് എന്നാ? ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുന്നത് 1950 മാർച്ച് 15 അല്ലേ? 1950 മാർച്ച് 15 ഏത് നിലവിൽ വരുന്നത്? ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നത്. മൂന്ന്, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം എന്നാ? ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം നിലവിൽ വരുന്നത്. മൂന്ന്, ഏതാ? 2005 ഓഗസ്റ്റ് 23 അല്ലെ? 2005 ഓഗസ്റ്റ് 23 ഇത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം നിലവിൽ വരുന്നത്. ഈ 1-ാം പഞ്ചവത്സര പദ്ധതി നിലവിൽ വന്നത് എന്നാ? 1950 ഏപ്രിൽ 1 അല്ലേ? അപ്പോൾ ഒന്ന് ഏതാ? ഒന്ന് 2017 ജൂലൈ 1, ഓപ്ഷൻ സി ആണല്ലേ? ഒന്ന് സി ആണ്. രണ്ട്, ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നത് 50 മാർച്ച് 15, 2 ബി ആണല്ലേ? ഒന്ന് സി 2 ബി. അപ്പോൾ ഏതാ ഇതിൻ്റെ ആൻസർ വരിക? ഓപ്ഷൻ ഡി അല്ലേ? ആൻസർ 1 സി 2 ബി 3 എ അല്ലേ? 3 എ ആണ്, 4 ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ വരും കേട്ടോ. ഇനി നാലാമത്തെ ചോദ്യം: ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്ത സവിശേഷതകളിൽ പെടാത്തത് ഏതാണ്? അതായത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുക്കാത്തത് ഏതാണ്? ഒന്ന്, നീതിന്യായ പരിശോധന. രണ്ട്, അവശിഷ്ടാധികാരം. മൂന്ന്, നിയമവാഴ്ച. നാല്, പാർലമെന്ററി സമ്പ്രദായം. ഇതിൽ ഏതൊക്കെയാണ് ബ്രിട്ടീഷ് പാർലമെന്റിൽ നിന്ന് നമ്മൾ കടമെടുക്കാത്തതെന്ന്?
ഏതൊക്കെയാണ് കടമെടുക്കാത്തത്? നീതിന്യായ പുനഃപരിശോധന എവിടുന്ന് എടുക്കുന്നത്? ബ്രിട്ടനിൽ നിന്നല്ല. എവിടുന്ന് എടുത്തത്? അമേരിക്കയിൽ നിന്നാണ്. അവശിഷ്ടാധികാരം കാനഡയിൽ നിന്നാണ് അല്ലേ? അപ്പോൾ ഇത് രണ്ട്. നിയമവാഴ്ച ബ്രിട്ടനാണ്, അപ്പോൾ പാർലമെന്ററിയും ബ്രിട്ടനാണ്. അപ്പോൾ ഏതൊക്കെയേ ഉള്ളൂ എടുക്കാത്തത്? 1ഉം 2ഉം മാത്രമാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 5ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഉത്തരവുകളുമായി, അതായത് റിട്ടുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? റിട്ടുകളുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവന. 1, ഇന്ത്യയിലെ എല്ലാ കോടതികൾക്കും ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ അധികാരമുണ്ട്. 2, മാൻഡമസ് എന്ന വാക്കിന്റെ അർത്ഥം എന്ത് അധികാരത്തിൽ എന്നാണ്? 3, ഹൈക്കോടതികൾക്ക് ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്ന വകുപ്പ് 256 ആണ്. 4, ഇന്ത്യൻ ഭരണഘടന 5 തരം ഉത്തരവുകളെക്കുറിച്ച്, അതായത് റിട്ടുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഇതിൽ റിട്ടുകളുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ? 1, ഇന്ത്യയിലെ എല്ലാ കോടതികൾക്കും ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ അധികാരമുണ്ട്. ഉണ്ടോ? തെറ്റാണ്. ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും മാത്രമേ റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരമുള്ളൂ. 2, മാൻഡമസ് എന്ന വാക്കിന്റെ അർത്ഥം എന്ത് അധികാരത്തിൽ എന്നാണ്? ആണോ? തെറ്റാണ്. മാൻഡമസ് എന്ന് പറഞ്ഞാൽ എന്താ? നാം കൽപ്പിക്കുന്നു എന്നല്ലേ? എന്ത് അധികാരത്തിൽ എന്നതിൻ്റെ ഏതാ? കൊവാറൻറ്റും ആണ് എന്ത് അധികാരത്തിൽ എന്ന് അർത്ഥം വരുന്നത്. 3, ഹൈക്കോടതികൾക്ക് ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്ന വകുപ്പാണ് 256. തെറ്റാണ്. എന്താ? 226 ആണല്ലേ? 226 പ്രകാരമാണ് ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ അതും തെറ്റാണ്. 4, ഇന്ത്യൻ ഭരണഘടനയിൽ 5 തരം ഉത്തരവുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അത് ശരിയാണ്. ഇപ്പോൾ ഏത് മാത്രമേ ശരിയുള്ളൂ? 4 മാത്രമേ ശരിയായതുള്ളൂ. ഓക്കെ. ഇനി 6ാമത്തെ ചോദ്യം, മാർഗനിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യത്തിൽ പെടാത്ത ആശയം ഏതാണ് കണ്ടെത്തുക? അതായത് നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ശരി അല്ലാത്ത പ്രസ്താവന. 1, അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക. 2, മതസ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുക. 3, വിഭവങ്ങളുടെ തുല്യ വിതരണം. 4, ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് മാർഗനിർദ്ദേശങ്ങളുടെ ഭാഗത്ത് വരാത്തത്? ഏതൊക്കെയാണ്? 1, അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക ഭാഗത്ത് വരുന്നതാണ്. മതസ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുക തെറ്റാണ്, ഈ ഭാഗത്ത് വരുന്നതല്ല. വിഭവങ്ങളുടെ തുല്യ വിതരണം ഈ ഭാഗത്താണ്. ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക ഇതൊക്കെ എന്താണ്? നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ബന്ധപ്പെടാത്ത ആശയം 2 മാത്രമാണ് അല്ലെ? അപ്പോൾ ഓപ്ഷൻ സി ആണ് വരിക. ആൻസർ 2 മാത്രം. 7ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 4-ൽ പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കർത്തവ്യങ്ങളിൽ, 4 ഭാഗം 4A അല്ലേ? അപ്പോൾ 4A ആണ് ഇവിടെ. 4Aയിൽ പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കർത്തവ്യങ്ങളിൽ പെടാത്തത് ഏതാന്ന് കണ്ടെത്തുക. 4Aയിൽ പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടാത്തത്. ഓക്കെ. 1, സ്ത്രീകളുടെയും കുട്ടികളുടെയും അന്തസ്സിനും ആഭിജാത്യത്തിനും കളങ്കം വരുന്ന പ്രവർത്തനങ്ങളിൽ ഇടപെടാതിരിക്കുക. 2, പ്രകൃതിയെ സംരക്ഷിക്കുക. 3, വ്യക്തികൾ നികുതി അടക്കുക. 4, രക്ഷകർത്താക്കൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക. ഇതിൽ മൗലിക കടമകളിൽ പെടാത്തത് ഏതാണ്? ഏതായിരിക്കും കടമകളിൽ പെടാത്തത്? 1, സ്ത്രീകളെയും കുട്ടികളുടെയും അന്തസ്സിനും ആഭിജാത്യത്തിനും കളങ്കം വരുന്ന പ്രവർത്തനങ്ങൾ ഇടപെടാതിരിക്കുക. ശരിയാണ്. പ്രകൃതിയെ സംരക്ഷിക്കുക, നികുതി അടക്കുക എന്നുള്ളത് നമ്മുടെ മൗലിക കർത്തവ്യമല്ല. രക്ഷകർത്താക്കൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, അതും എന്താണ്? ശരിയായതല്ലേ? അപ്പോൾ ഏതാണ് പെടാത്തത്? 3 മാത്രമാണ്. ഓപ്ഷൻ ബി ആണ്, 3 മാത്രം. 8ാമത്തെ ചോദ്യം, ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചന അധികാരത്തിൽ പെടാത്തത് ഏതാന്ന് കണ്ടെത്തുക. 1, ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ പ്രധാനമന്ത്രിയായിട്ട് നിയമിക്കാം. 2, മന്ത്രിസഭയുടെ തീരുമാനം പുനഃപരിശോധിക്കാനായിട്ട് രാഷ്ട്രപതിക്ക് തിരിച്ചയക്കാം. 3, ലോക്സഭയിൽ ഒരു പാർട്ടിക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടെങ്കിലും രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ പ്രധാനമന്ത്രിയാക്കാം. 4, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം. അപ്പൊ ഇതിൽ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചന അധികാരത്തിൽ പെടാത്തത് ഏതാണ്? ഏതായിരിക്കും ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത്? 1, ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാം? ഇഷ്ടമുള്ള വ്യക്തിയെ പ്രധാനമന്ത്രിയായിട്ട് നിയമിക്കാം. ശരിയാണ്. അതുപോലെ മന്ത്രിസഭയുടെ തീരുമാനം പുനഃപരിശോധനക്കായിട്ട് രാഷ്ട്രപതിക്ക് തിരിച്ചയക്കാം. ശരിയാണ്. 3, ലോക്സഭയിൽ ഒരു പാർട്ടിക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടെങ്കിലും രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ പ്രധാനമന്ത്രിയായിട്ട് നിയമിക്കാം. തെറ്റാണ് അല്ലേ?
അതെന്താണ്? തെറ്റാണല്ലേ. ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെ ഒരു നേതാവിനെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് പ്രധാനമന്ത്രിയായിട്ട് നിയമിക്കാൻ കഴിയുള്ളൂ. 4 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം. അതും എന്താണ്? തെറ്റാണല്ലേ. കേന്ദ്ര മന്ത്രിസഭയുടെ നിർദ്ദേശമുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആർക്ക്? രാഷ്ട്രപതിക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പറ്റുള്ളൂ. ഇതെന്താണ്? വിവേചന അധികാരത്തിൽ പെടാത്തതാണ്. അപ്പം 3, 4 ഇത് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് 3, 4 മാത്രം. 9ാമത്തെ ചോദ്യം, ഭരണഘടനയുടെ 7ാം പട്ടികയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അവശിഷ്ടാധികാരവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് കണ്ടെത്താം. അവശിഷ്ടാധികാരവുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ. 1, സൈബർ നിയമങ്ങൾ അവശിഷ്ടാധികാരങ്ങൾക്ക് ഉദാഹരണമാണ്. 2, ഈ ആശയം കടമെടുത്തിരിക്കുന്നത് കാനഡയുടെ ഭരണഘടനയിൽ നിന്നാണ്. 3, മായം ചേർക്കൽ അവശിഷ്ടാധികാരത്തിൽ പെടുന്നു. 4, അവശിഷ്ടാധികാരത്തിൽ നിന്നും നിയമം നിർമ്മിക്കാനുള്ള അധികാരം ഗവൺമെന്റിനാണ്. ഇതിൽ 7ാം പട്ടികയും അതായത് അവശിഷ്ടാധികാരവുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാ? 1, അവശിഷ്ടാധികാരം. സൈബർ നിയമം എന്താണ്? അവശിഷ്ടാധികാരം തന്നെയാണ്. ഈ ആശയം കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ്. മായം ചേർക്കൽ അവശിഷ്ടാധികാരത്തിൽ പെടുന്നു എന്നുള്ളത് തെറ്റാണ്. 4, അവശിഷ്ടാധികാരത്തിൽ നിന്ന് നിയമം നിർമ്മിക്കാനുള്ള അധികാരം ഗവൺമെന്റിനാണ്. അതും എന്താണ്? ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ശരിയായ പ്രസ്താവന 1, 2, 4 അല്ലേ. ഓപ്ഷൻ 1, 2, 4 ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ. ഇനി മായം ചേർക്കൽ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കാര്യമാണ്? കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടതാണ് അല്ലേ. മായം ചേർക്കൽ ഏതാ? കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടതാണ് ഏത്? മായം ചേർക്കൽ എന്ന് പറയുന്നത്. ഇനി 10ാമത്തെ ചോദ്യം, കേരള സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവന ഏതാന്ന് കണ്ടെത്താം. കേരള സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവന. 1, 1973 സ്ഥാപിതമായി. 2, കേരള ഗവൺമെന്റ് കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമാണ്. 3, ആസ്ഥാനം തിരുവനന്തപുരം പൂജപ്പുരയിലാണ്. നിലവിൽ ശ്രീമതി ജയ ഡാളി MV ആണ് ചെയർപേഴ്സൺ. ഇതിൽ വികലാംഗ ക്ഷേമ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ഇതിൽ ശരിയായ പ്രസ്താവനകൾ 1, 1973 സ്ഥാപിതമായി. കേരള ഗവൺമെന്റിൽ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. ശരിയാണ്. ആസ്ഥാനം പൂജപ്പുരയാണ്. നിലവിൽ ചെയർപേഴ്സൺ ആര് തന്നെയാണ്? ശ്രീമതി ജയ ഡാളി MV തന്നെയാണ്. ഈ 4 പ്രസ്താവനകളും ശരിയായ പ്രസ്താവനകൾ തന്നെയാണ്. ഇനി 11ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് തെറ്റായ ജോഡി ഏതാണെന്ന് കണ്ടെത്തുക. 1, ആശാഭവൻ മാനസിക രോഗം ഭേദമായവരുടെ പുനരധിവാസമാണ് ലക്ഷ്യം. 2, മഴവില്ല് ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് വേണ്ടിയുള്ള സമഗ്ര പദ്ധതിയാണ്. 3, പരിരക്ഷാ പദ്ധതി ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായുള്ള പദ്ധതി. 4, 1985 സെപ്റ്റംബർ 9 കേരള സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് നിലവിൽ വന്നു. അപ്പോൾ ഈ 4 പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന, തെറ്റായ ജോഡി ഏതാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞത്. ഏതായിരിക്കും ഇതിൽ തെറ്റായ പ്രസ്താവന? 1ാമത്തത് ആശാഭവൻ മാനസികാരോഗ്യം ഭേദമായവരുടെ പുനരധിവാസമാണ് ലക്ഷ്യം. ശരിയാണ്. മഴവില്ല് ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് വേണ്ടിയുള്ള സമഗ്ര പദ്ധതിയാണ് ഇത്. മഴവില്ല് ശരിയാണ്. ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായുള്ള പദ്ധതിയാണ് ഇത്. പരിരക്ഷാ പദ്ധതി. ഇനി 4ാമത്തത് 1985 സെപ്റ്റംബർ 9 1975 സെപ്റ്റംബർ 9 ഏത് നിലവിൽ വരുന്നത്? സാമൂഹിക നീതി വകുപ്പ് നിലവിൽ വരുന്നത്. അപ്പോൾ തെറ്റായ പ്രസ്താവന ഏതാ? 4 മാത്രമാണ്. ഇനി 12ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ ഭരണഘടനയിലെ ശരിയായ വകുപ്പ് ഏതാന്ന് കണ്ടെത്തുക. ശരിയായ വകുപ്പ് ഏതാന്ന് കണ്ടെത്താം. 1, വകുപ്പ് 387 ഭരണഘടനാ ഭേദഗതി. 2, വകുപ്പ് 312 രാജ്യസഭയുടെ പ്രത്യേക അധികാരം. 3, വകുപ്പ് 301 സ്വത്തവകാശം നിയമപരമായ അവകാശം. 4, വകുപ്പ് 309 പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം. ഏതാ ഇതിൽ ശരിയായ ജോഡി എന്ന് പറയുന്നത്? 1, ആർട്ടിക്കിൾ 387 ആണോ ഭരണഘടനാ ഭേദഗതി അല്ലേ? തെറ്റാണ്. ഏതാ? 368 ഏത്? ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ. പിന്നെ 312 രാജ്യസഭയുടെ പ്രത്യേക അധികാരം. ശരിയാണ് അല്ലേ? എന്താ ശരിക്കും നമ്മൾ പഠിക്കുന്നത് അഖിലേന്ത്യാ സർവീസ് ആണല്ലേ. 312 എന്ന് പറയുന്നത് അഖിലേന്ത്യാ സർവീസ് ആണ്. ഈ അഖിലേന്ത്യാ സർവീസ് രൂപീകരിക്കാൻ പ്രത്യേക അധികാരം ഉള്ളത് രാജ്യസഭക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആൻസർ ആയിട്ട് വന്നത് 312 രാജ്യസഭയുടെ പ്രത്യേക അധികാരം എന്ന് പറയുന്നത്.
ഇനി 301 സ്വത്തവകാശം നിയമപരമായ അവകാശം 301 ഏതാ 300A ആണ്, തെറ്റാണ്. 309 പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം, തെറ്റാണ്. 308 പാർലമെന്റിന്റെ ജോയിന്റ് സിറ്റിങ്ങിനെ കുറിച്ച് പറയുന്നത് അല്ലേ, അപ്പോൾ അതും തെറ്റാണ്. അപ്പോൾ ശരി ഏത് മാത്രമേ ഉള്ളൂ, 2 മാത്രമേ ശരിയായ ജോഡിയുള്ളൂ. ഇനി 13ാമത്തെ ചോദ്യം, കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവന ഒന്ന്, 1996 AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ആദ്യത്തെ കമ്മീഷൻ രൂപീകരിച്ചു. 2 ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരിയായിരുന്നു. 3 ഇപ്പോഴത്തെ അധ്യക്ഷ ശ്രീമതി P സതീദേവിയാണ്. 4 ജസ്റ്റിസ് D ശ്രീദേവിയാണ് കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനം 2 തവണ വഹിച്ചിട്ടുണ്ട്. അതായത് ജസ്റ്റിസ് D ശ്രീദേവി കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനം 2 തവണ വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ഈ 4 പ്രസ്താവനകൾ വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയായിരിക്കും ശരിയായ പ്രസ്താവന? ഒന്ന്, AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് 96 രൂപീകരിക്കുന്നത്. ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരിയായിരുന്നു. ഇപ്പോഴത്തെ അധ്യക്ഷ സതീദേവി തന്നെയാണ്. പിന്നെ ശ്രീദേവി 2 തവണ എന്ത് വഹിച്ചിട്ടുണ്ട്? അധ്യക്ഷ സ്ഥാനം വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 4 പ്രസ്താവനകൾ എന്താ ശരിയായ പ്രസ്താവനകൾ തന്നെയാണ്. ഇനി 14ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. തെറ്റാണ് വേണ്ടത്. 1 കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി 2007 നിലവിൽ വന്നത്. 2 ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയായിരുന്നു. 4 ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ സംസ്ഥാന റവന്യൂ മന്ത്രിയാണ്. ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാ? 1 സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത് 2007 അല്ലേ. 2005 നിയമം അനുസരിച്ച് 2007 നിലവിൽ വരുന്നത്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആര് തന്നെയാണ്? മുഖ്യമന്ത്രി തന്നെയാണ്. ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി ആരാ? ശ്രീ ഉമ്മൻചാണ്ടി ആയിരുന്നു എന്നുള്ളത് തെറ്റാണ്. ആരായിരുന്നു? അച്യുതാനന്ദനായിരുന്നു അല്ലേ. 4 ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാ? സംസ്ഥാനത്തെ റവന്യൂ മന്ത്രിയുമാണ് അല്ലേ. അപ്പോൾ തെറ്റായ പ്രസ്താവന ഏതാ? 3 മാത്രം അല്ലേ. ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നപ്പോൾ ആരല്ല മുഖ്യമന്ത്രി? ഉമ്മൻചാണ്ടി അല്ല, ആരായിരുന്നു? അച്യുതാനന്ദനാണ്. ഇനി 15ാമത്തെ ചോദ്യം, തെറ്റായ ജോഡി കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. തെറ്റാണ് വേണ്ടത്. 1 ആങ് സാൻ സൂചി ഭയത്തിൽ നിന്നുള്ള മോചനം, അവരും അവരുടെ പുസ്തകമാണ് കേട്ടോ പറഞ്ഞിരിക്കുന്ന വ്യക്തികളും അവരുടെ പുസ്തകങ്ങളും. ആങ് സാൻ സൂചി ഭയത്തിൽ നിന്നുള്ള മോചനം. 2 നെൽസൺ മണ്ടേല ലോങ് വാക്ക് ടു ഫ്രീഡം അല്ലെ, ലോങ് വാക്ക് ടു ഫ്രീഡം സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര. 3 ഒബ്രെ മേനോൻ ഞാനും നാഥുറാം സംസാരിക്കുന്നു. 4 സൽമാൻ റുഷ്ദി സാത്താന്റെ വചനങ്ങൾ. ഇതിൽ തെറ്റായ ജോഡി ഏതാണ്? ഇതിൽ തെറ്റായ ജോഡി? 1 ആങ് സാൻ സൂചി ഭയത്തിൽ നിന്നുള്ള മോചനം ശരിയാണ്. നെൽസൺ മണ്ടേല ലോങ് വാക്ക് ടു ഫ്രീഡം ശരിയാണ്. ഓബ്രെ മേനോ ഞാൻ നാഥുറാം സംസാരിക്കുന്നു എന്നുള്ളത് തെറ്റാണ്. ഞാൻ നാഥുറാം സംസാരിക്കുന്നു ആരുടെ കവിതയാണ്? അത് സുഭാഷ് ഗതാഡെയാണ് കേട്ടോ. സുഭാഷ് ഗതാഡെ എഴുതിയതാണ് ഇത് ഞാൻ നാഥുറാം സംസാരിക്കുന്നു എന്നുള്ളത്. സൽമാൻ റുഷ്ദിയുടെ പുസ്തകമാണ് ഇത് സാത്താൻ്റെ വചനങ്ങൾ. അപ്പോൾ തെറ്റായത് ഏതേ ഉള്ളൂ? 3 മാത്രമാണ്. ഇനി 16ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവന ഏതാന്ന് കണ്ടെത്താം. 1 ഇന്ത്യൻ ഭരണഘടന ദൃഢഭരണഘടനയാണ്. 2 ഇന്ത്യൻ ഭരണഘടന അയവുള്ള ഭരണഘടനയാണ്. 3 ഇന്ത്യൻ ഭരണഘടന ഭാഗികമായി അയവുള്ളതും ഭാഗികമായി ദൃഢവുമാണ്. 4 ഭരണഘടനാ ഭേദഗതി ബില്ല് ആദ്യം അവതരിപ്പിക്കേണ്ടത് ലോക്സഭയിലാണ്. അപ്പോൾ ഇതിൽ ഈ 4 പ്രസ്താവനയിൽ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഏതാ ശരിയായ പ്രസ്താവന? 1 ഇന്ത്യൻ ഭരണഘടന ദൃഢഭരണഘടനയാണ്, തെറ്റാണ്. 2 അയവുള്ള ഭരണഘടനയാണ്, അതും തെറ്റാണ്. ഇന്ത്യൻ ഭരണഘടന എന്താണ്? ഭാഗികമായി അയവുള്ളതും അതുപോലെ തന്നെ ഭാഗികമായിട്ട് ദൃഢവുമാണ് ഏത്? നമ്മുടെ ഭരണഘടന. 2 പിന്നെ 4ാമത്തത് ഭരണഘടന ഭേദഗതി ബില്ല് ആദ്യം അവതരിപ്പിക്കേണ്ടത് ലോക്സഭയിലാണ്. അങ്ങനെയൊന്നുമില്ല, നമുക്ക് 2 സഭകളുണ്ട്. 2 സഭകളിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഭേദഗതി ബില്ലുകൾ അവതരിപ്പിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഏത് മാത്രമേ ശരിയുള്ളൂ? 3ാമത്തെ പ്രസ്താവന മാത്രമേ ശരിയുള്ളൂ. ഇനി 17ാമത്തെ ചോദ്യം, ഭൂമിയിൽ നിന്നും ഒരു വസ്തുവിന് നൽകേണ്ട പാലായന പ്രവേഗം താഴെ സൂചിപ്പിക്കുന്നതിൽ ഏതൊക്കെയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഭൂമിയിൽ നിന്നും ഒരു വസ്തുവിന് നൽകേണ്ട പാലായന പ്രവേഗം താഴെ സൂചിപ്പിക്കുന്നതിൽ ഏതൊക്കെയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? 1 വസ്തുവിന്റെ മാസ്, 2 ഭൂമിയുടെ മാസ്, 2 വസ്തുവിന്റെ ആരം, 4 ഭൂമിയുടെ ആരം. അപ്പം ഇതിൽ ഏതൊക്കെയാണ് പാലായന പ്രവേഗവുമായിട്ട് ബന്ധപ്പെട്ടത്? ഏതൊക്കെയാ? 1 ഭൂമിയുടെ മാസും അതേപോലെ ഭൂമിയുടെ ആരവുമാണ് ഇത് പാലായന പ്രവേഗവുമായിട്ട് ബന്ധപ്പെട്ടത്. 2ഉം 4ഉം മാത്രമാണ്. ഓപ്ഷൻ ബി ആണ് 2ഉം 4ഉം മാത്രം.
18 താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് എ വിഭാഗത്തിന് യോജിച്ചത് ബി കോളത്തിൽ നിന്ന് യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എ കോളത്തിലുള്ളത് വൈകുണ്ഠസ്വാമികൾ, അയ്യങ്കാളി, വാഗ്ബടാനന്ദൻ, വി ടി ഭട്ടതിരിപ്പാട്. ബി കോളത്തിലുള്ളത് ആത്മവിദ്യാസംഘം, യോഗക്ഷേമ സഭ, സമത്വ സമാജം, സാധുജന പരിപാലന യോഗം. നമുക്കറിയാം ഏതായിരിക്കും വൈകുണ്ഠസ്വാമികൾ, ഏതാ സമത്വ സമാജമാരാ വൈകുണ്ഠസ്വാമികളാണ്. അയ്യങ്കാളിയുടേതാണ് ഏത്, അയ്യങ്കാളിയാണ്. സാധുജന പരിപാലന യോഗം, വാഗ്ബടാനന്ദനേത ആത്മവിദ്യാസംഘം, വി ടി ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭയാണ് അല്ലേ. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം, അയ്യങ്കാളി സാധുജന പരിപാലന യോഗം, വാഗ്ബടാനന്ദൻ ആത്മവിദ്യാസംഘം, വി ടി ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭയുമാണ്. ഇനി 19ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ ക്രമം ഏതാണെന്ന് എഴുതാം. 1 റൗലറ്റ് ആക്ട് 1915, ദണ്ഡി മാർച്ച് 1930, സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ 1928, ഗാന്ധി ഇർവിൻ ഉടമ്പടി 1931. ഇതിൽ ഏതൊക്കെയാണ് ശരിയായ ജോഡികളെന്ന് കണ്ടെത്തുക. റൗലറ്റ് ആക്ട് 1915, ദണ്ഡി മാർച്ച് 1930, സൈമൺ കമ്മീഷൻ 1928 ഇന്ത്യയിലെത്തിയത്, ഗാന്ധി ഇർവിൻ ഉടമ്പടി 1931. ഇതിലേതൊക്കെയാണ് ശരിയായ ജോഡികൾ? അപ്പോൾ ഇതിലേതൊക്കെയാണ് ശരിയായ ക്രമം? 1 റൗലറ്റ് ആക്ട് 1915 തെറ്റാണ് അല്ലേ. റൗലറ്റ് ആക്ട് എന്ന 1919 അപ്പം ഒന്നാമത്തെ തെറ്റാണ്. 2 ദണ്ഡി മാർച്ച് ഉപ്പു സത്യാഗ്രഹം 1930 സൈമൺ കമ്മീഷൻ 1928 ഇന്ത്യയിലെത്തുന്നത്. 27 സൈമൺ കമ്മീഷനെ നിയമിക്കുന്നത്, പക്ഷേ ഇന്ത്യയിലെത്തുന്നത് 28 തന്നെയാണ്. ശരിയാണ്. ഗാന്ധി ഇർവിൻ ഉടമ്പടി 1931. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ 2, 3, 4 അല്ലേ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി 20, താഴെ പറയുന്നവയിൽ സന്യാസനിൻ്റെ 3 തത്വങ്ങളിൽ ബാധകമല്ലാത്തത് ഏതാണ്? സന്യാസനിൻ്റെ 3 തത്വങ്ങളിൽ ബാധകമല്ലാത്തത്. 1 ദേശീയത, സമഗ്രാധിപത്യം, സോഷ്യലിസം, ജനാധിപത്യം. ഇതിൽ 1 എന്തല്ല, സന്യാസനിൻ്റെ തത്വങ്ങളിൽ ബാധകമല്ലാത്തതാണ്. നമ്മൾ SCRTയിൽ അങ്ങനെ തന്നെ ഒരു കോളം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഏതാ? സമഗ്രാധിപത്യമാണ് കേട്ടോ. സമഗ്രാധിപത്യം എന്താണ്? തെറ്റാണ്. അപ്പോൾ 2 മാത്രമാണ് ഇതിൻ്റെ തെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സന്യാസനിൻ്റെ 3 തത്വങ്ങളാണ് ഏതൊക്കെ? ദേശീയത, സോഷ്യലിസം, ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഏത് നമ്മുടെ SCRT ഭാഗത്ത് കൊടുത്തിരിക്കുന്ന ഒരു പോയിന്റ്. ഇനി 21ാമത്തെ ചോദ്യം, RBIനെ കുറിച്ചിട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? RBIയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ. 1 1935 സ്ഥാപിതമായി. 2 1 രൂപ മുതൽ എല്ലാ നോട്ടുകളും പുറത്തിറക്കുന്നു. 3 1949 ദേശസാൽക്കരിച്ചു. 4 ആസ്ഥാനം മുംബൈയാണ്. ഇതിൽ RBIയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയായിരിക്കും ശരിയായ പ്രസ്താവന? 1 1935 സ്ഥാപിതമായി. ശരിയാണ്. 1 രൂപ മുതൽ എല്ലാ നോട്ടുകളും പുറത്തിറക്കുന്നത് RBI എന്നുള്ളത് തെറ്റാണല്ലേ. 1 രൂപയുടെ നോട്ട് ഇറക്കുന്നത് ആരാ? അത് കേന്ദ്ര ധനവകുപ്പാണല്ലേ. ധനവകുപ്പാണ് 1 രൂപയുടെ നോട്ട് പുറത്തിറക്കുന്നത്. 3ാമത്തത് 1949 ദേശസാൽക്കരിച്ചു. ശരിയാണ്. ആസ്ഥാനം മുംബൈ തന്നെയാണ്. അപ്പോൾ ശരിയായത് ഏതൊക്കെയാ? 1, 3, 4 ശരിയായ പ്രസ്താവനകൾ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇനി 22, ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ടിട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്താൻ വേണ്ടി. പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവന: 1 ആസൂത്രണ കമ്മീഷൻ 1950 സ്ഥാപിച്ചു. 2 ഒന്നാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയ്ക്കാണ് പ്രാധാന്യം നൽകിയത്. 3 ഇപ്പോൾ 2022-23 14ാമത് പഞ്ചവത്സര പദ്ധതിയാണ് നടക്കുന്നത്. 4 സമത്വം പഞ്ചവത്സര പദ്ധതിയുടെ ഒരു പ്രധാന ലക്ഷ്യമാണ്. ഇതിൽ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഏതൊക്കെയായിരിക്കും? 1 ആസൂത്രണ കമ്മീഷൻ 1950 സ്ഥാപിച്ചു. ശരിയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകി. ശരിയാണ്. ഇപ്പോൾ എന്തില്ല? പഞ്ചവത്സര പദ്ധതി ഇല്ല. തെറ്റാണ്. അപ്പോൾ സമത്വം എന്നത് പഞ്ചവത്സര പദ്ധതിയുടെ ഒരു പ്രധാന ലക്ഷ്യമായിരുന്നു. അപ്പോൾ അതും എന്താണ്? ശരിയായ പ്രസ്താവനകളാണ്. അപ്പോൾ ഓക്കെ, ഇപ്പോൾ ഏതൊക്കെയാണ് ശരി? 1, 2, 4 ശരിയായ പ്രസ്താവനകൾ. അങ്ങനെയുള്ള ഓപ്ഷൻ സി ആണ്. 1, 2, 4 ശരിയാണ്. 23 ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ടിട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണെന്ന് കണ്ടെത്താം. 1 ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലല്ല തിരഞ്ഞെടുത്തത്. 2 എല്ലാ മതത്തിലെയും പ്രതിനിധികൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നു. 3 രാഷ്ട്രീയ പാർട്ടികളിൽ കോൺഗ്രസ് ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്. ഇതിൽ ശരിയായ പ്രസ്താവന ICAയുമായി ബന്ധപ്പെട്ടിട്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ: 1 ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലല്ല തിരഞ്ഞെടുത്തത്. ശരിയാണ്. 2 എല്ലാ മതത്തിലെയും പ്രതിനിധികൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നു. ശരിയാണ്. രാഷ്ട്രീയ പാർട്ടിയിൽ കോൺഗ്രസ് ആയിരുന്നു ഇത് സമഗ്രാധിപത്യം സ്ഥാപിച്ചത്. അത് 3 എന്താണ്? ശരിയായ പ്രസ്താവനകളാണ് കേട്ടോ.
ഇനി 24ാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത് ഏതൊക്കെയാണെന്ന് കണ്ടെത്താം. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത് ഏതൊക്കെയാണ്? 1 പാർലമെന്ററി സമ്പ്രദായം, 2 നിയമവാഴ്ച, 3 മൗലികാവകാശങ്ങൾ. ഇതിലേതൊക്കെയാണ് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ടത്? ഏതൊക്കെയാ? 1 പാർലമെന്ററി സമ്പ്രദായം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ്. അതുപോലെ നിയമവാഴ്ച എവിടുന്ന് തന്നെയാണ്? ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ്. മൗലികാവകാശങ്ങൾ എവിടുന്ന? അമേരിക്കയിൽ നിന്നാണ്. അപ്പോൾ അത് തെറ്റാണ്. 1ഉം 2ഉമാണ് എന്ത്? ശരിയായ പ്രസ്താവനകൾ. ഇനി 2ാമത്തെ ചോദ്യം, ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ശരിയാണ് വേണ്ടത്. 1 കീഴ്ക്കോടതികൾക്ക് മേൽ ചുമത്തുന്ന പ്രത്യേക ഉത്തരവുകളാണ് പ്രൊഹിബിഷൻ. 2 അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ ഹാജരാക്കാൻ ഇറക്കുന്ന പ്രത്യേക ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്. 3 ഒരു ഉദ്യോഗസ്ഥന് മേൽ ചുമത്തുന്ന പ്രത്യേക ഉത്തരവാണ് മാൻഡമസ്. ഇതിൽ ശരിയായത് ഏതൊക്കെയാണ്? ശരി? 1 കീഴ്ക്കോടതികൾക്ക് മേൽ ചുമത്തുന്ന പ്രത്യേക ഉത്തരവാണ് പ്രൊഹിബിഷൻ. ശരിയാണ്. 2 അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ ഹാജരാക്കാൻ വേണ്ടിയിട്ട് ഇറക്കുന്ന പ്രത്യേക ഉത്തരവാണ് ഇത്? ഹേബിയസ് കോർപ്പസ് അല്ലേ? ശരീരം ഹാജരാക്കുക എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. ഇനി ഒരു ഉദ്യോഗസ്ഥന് മേൽ ചുമത്തുന്ന പ്രത്യേക ഉത്തരവാണ് ഇത്? മാൻഡമസ് അല്ലേ? നാം കൽപ്പിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇത് 3ഉം എന്താണ്? ശരിയായ പ്രസ്താവനകളാണ്. ഇനി 26ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ അനുച്ഛേദം 19 പ്രകാരമുള്ള സ്വാതന്ത്ര്യങ്ങളിൽ പെടാത്തത് ഏതാണ്? ആർട്ടിക്കിൾ 19മായി ബന്ധമില്ലാത്തത്. 1 ആവിഷ്കാര സ്വാതന്ത്ര്യം, 2 സംഘടനാ സ്വാതന്ത്ര്യം, 3 വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം. ഇതിൽ ആർട്ടിക്കിൾ 19മായി ബന്ധമില്ലാത്തത് ഏതാ? 1 ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, അതുപോലെ സംഘടനാ സ്വാതന്ത്ര്യമുണ്ട്. വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം ഏതല്ല? ആർട്ടിക്കിൾ 19 പ്രകാരമല്ല. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. ഇനി 27 നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായത്: 1 അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക, ശരിയുള്ളതാണ്. കുടിൽ വ്യവസായം പരിപോഷിപ്പിക്കുക, ഉള്ളതാണ്. ജീവിത നിലവാരം ഉയർത്തുക, ഇതെന്താണ്? നിർദ്ദേശക തത്വങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ? അപ്പോൾ ഇത് 3 എന്താണ്? നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഓൾ ദി എബോവ് ആണ് ആൻസർ വരിക. 28 ചുവടെ ചേർക്കുന്നതിൽ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവന. സ്വത്തവകാശവുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവന: 1 സ്വത്തവകാശം ഒരു മൗലികാവകാശമാണ്. തെറ്റാണ് അല്ലേ? 44 ഭരണഘടനാ ഭേദഗതി പ്രകാരം എന്താക്കി? മൗലികാവകാശം എന്നുള്ളത് എടുത്തു കളഞ്ഞിട്ടുണ്ട്. 2 സ്വത്തവകാശം ഒരു നിയമാവകാശമാണ്. ശരിയാണ്. നിലവിലൊരു നിയമാവകാശമാണ് ഇത് സ്വത്തവകാശം. ആർട്ടിക്കിൾ എത്രയാ? ആർട്ടിക്കിൾ 300A ആണ്. അപ്പോൾ 3ാമത്തെ പ്രസ്താവന സ്വത്തവകാശം മൗലികാവകാശവും നിയമാവകാശവുമാണ് എന്നുള്ളത് തെറ്റാണ്. അപ്പോൾ ഏത് മാത്രമേ ശരിയുള്ളൂ? 2 മാത്രമേ ശരിയുള്ളൂ. ഇനി 29ാമത്തെ ചോദ്യം, ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണെന്ന് കണ്ടെത്താം. 1 ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് 368. ശരിയാണ്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള അനുച്ഛേദങ്ങൾ മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ശരിയാണ്. അനുച്ഛേദം 32 പ്രകാരം ഹൈക്കോടതികൾ റിട്ട് പുറപ്പെടുവിക്കുന്നു. തെറ്റാണ് അല്ലേ? ആർട്ടിക്കിൾ 32 പ്രകാരം ആരാ റിട്ട് പുറപ്പെടുവിക്കുന്നത്? സുപ്രീം കോടതിയാണ് അല്ലേ? സുപ്രീം കോടതിയാണ് റിട്ട് പുറപ്പെടുവിക്കുന്നത്. 226 പ്രകാരമാണ് ആര്? ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്. റിട്ട് പുറപ്പെടുവിക്കുന്നതിൽ വിശാലമായ അധികാരം ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൈക്കോടതി കേട്ടോ. വിശാല അധികാരം ആർക്കാന്ന് വെച്ചാൽ ആർക്കാ? ഹൈക്കോടതിക്കാണ് കേട്ടോ. അപ്പോൾ ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ 226 പ്രകാരം, 32 പ്രകാരം സുപ്രീം കോടതിയാണ്. ഇനി 30ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ 3 ലിസ്റ്റുകളിൽ ഉൾപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ് ചുവടെ തന്നിരിക്കുന്നത്. ഇതിൽ ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്താം. കേന്ദ്ര ലിസ്റ്റ്, അതായത് സെൻട്രൽ ലിസ്റ്റാണ്. ബാങ്കിങ്, പൊതുജനാരോഗ്യം, പോലീസ്. 2 സംസ്ഥാന ലിസ്റ്റ് ജയില്, മദ്യം, വാണിജ്യം. 3 കൺകറന്റ് ലിസ്റ്റ് വനം, വിദ്യാഭ്യാസം, തൊഴിലാളി സംഘടനകൾ. ഇതിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാ? ബാങ്കിങ്, പൊതുജനാരോഗ്യം, പോലീസ്. തെറ്റാണ്. കേന്ദ്ര ലിസ്റ്റിലല്ല അല്ലേ? പോലീസൊക്കെ ഏതാ? സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട കാര്യമാണ്. അപ്പോൾ അത് നമുക്ക് വെട്ടിക്കളയാം. 2 സംസ്ഥാന ലിസ്റ്റിലാണ്. ജയില്, മദ്യം, വാണിജ്യം. ശരിയാണ്. ജയിലും മദ്യം വാണിജ്യം എവിടെയാ? സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടതാണ്. വനം, വിദ്യാഭ്യാസം, തൊഴിലാളി സംഘടനകൾ, ഇതൊക്കെ കൺകറന്റ് ലിസ്റ്റാണ് അല്ലേ? ഇതൊക്കെ ശരിയാണ്. അപ്പോൾ ഏതൊക്കെ ശരി? 2ഉം 3ഉം മാത്രമേ എന്തുള്ളൂ? ശരിയായ ജോഡികളുള്ളൂ. 31ാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നതിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. UPSC ഒരു ഭരണഘടനാ സ്ഥാപനമാണോ? ആണ്. 2 സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമല്ല. ആണോ? തെറ്റാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ എന്താണ്? ഒരു
ഭരണഘടനാ സ്ഥാപനമാണ് അല്ലേ. 315 മുതൽ ആർട്ടിക്കിൾ 315 മുതൽ 323 വരെയാണ് ഇത് പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളുകൾ. അപ്പോൾ എന്താണ്, ഒരു ഭരണഘടനാ സ്ഥാപനം തന്നെയാണ്. 3 സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. ആണോ? തെറ്റാണ്. ആരാ? നമ്മുടെ ഗവർണറാണ് ആരെ നിയമിക്കുന്നത്? സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാനെ നിയമിക്കുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് തെറ്റായ പ്രസ്താവന. ഏതൊക്കെയാണ് തെറ്റ്? 2ഉം 3ഉം ആണ് തെറ്റായ പ്രസ്താവനകൾ. ഇനി 32 ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. അതായത് 1 ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ് എന്നിവക്ക് 2 സഭകളുള്ള നിയമനിർമ്മാണ സഭയാണുള്ളത്. 2 ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ് എന്നിവക്ക് 2 സഭകളുടെ നിയമനിർമ്മാണ സഭകളാണുള്ളത്. 3 കർണാടകം, ബീഹാർ എന്നിവക്ക് 2 സഭകളുള്ള നിയമനിർമ്മാണ സഭകളാണുള്ളത്. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മളെ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ സ്റ്റേറ്റുകൾ. നമ്മൾ ഇത് ഓർക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കോഡ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു? MTയുടെ കറുത്ത ജുബ്ബ എന്ന് പറയേണ്ടത്. MTയുടെ കറുത്ത ജുബ്ബ. ഇതിൽ MTയുടെ കറുത്ത ജുബ്ബ എന്ന് ഓർക്കാറുണ്ടല്ലോ നമ്മൾ. ഇതിൽ എം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയാണ്. ടി എന്ന് പറയുന്നത് മഹാരാഷ്ട്ര, ടി എന്ന് പറയുന്നത് തെലുങ്കാന, കറുത്തത് കർണാടക. ജുബ്ബയിൽ ജെ നിലവിൽ എന്തില്ല? ജമ്മു കാശ്മീരിൽ സ്റ്റേറ്റ് പദവി എടുത്തുകൊണ്ട് തന്നെ എന്തല്ല? നിലവിൽ ജെ ഇല്ല. ബാക്കി പഠിക്കുക. യു എന്നുള്ളത് ഉത്തർപ്രദേശ്, ബി ബീഹാർ, എ ആന്ധ്രാപ്രദേശ്. അപ്പോൾ നിലവിൽ എത്ര സ്റ്റേറ്റുകൾക്കാണ് ഉള്ളത്? 6 സ്റ്റേറ്റുകൾക്കാണ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉള്ളത് കേട്ടോ. അപ്പോൾ ഓർത്ത് വെക്കാൻ വേണ്ടി കറുത്ത ജുബ്ബ, MTയുടെ കറുത്ത ജുബ്ബ എന്ന് ഓർക്കുക. ജെ ജമ്മു കാശ്മീർ ആണ്, നിലവിൽ ഇല്ല. അതുകൊണ്ട് ജെ ഒഴിവാക്കുക. ബാക്കി പഠിക്കുക. എം മഹാരാഷ്ട്ര, ടി തെലുങ്കാന, കറുത്ത എന്നുള്ളതിൽ കർണാടക, UP ജുബ്ബ എന്നുള്ളതിൽ UP ആണ് ഉത്തർപ്രദേശ്, ബി ബീഹാർ, എ ആന്ധ്രാപ്രദേശ്. അപ്പോൾ ഇതൊന്ന് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയാലോ. ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ് എന്നിവക്ക് 2 സഭകളുള്ള നിയമനിർമ്മാണ സഭയാണുള്ളത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കോഡിൽ ഏതില്ല? ഹിമാചൽ പ്രദേശ് ഇല്ലല്ലേ. എന്നാ മധ്യപ്രദേശ് ഉണ്ടോ? മധ്യപ്രദേശും ഇല്ല. അപ്പോൾ അതെന്താണ്? ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. 2 ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ് എന്നിവക്ക് 2 സഭകളുടെ നിയമനിർമ്മാണ സഭകളാണുള്ളത്. നമ്മുടെ കോഡിലുണ്ട് അല്ലേ. ജുബ്ബ എന്നുള്ളതിൽ യു എന്താ? ഉത്തർപ്രദേശാണ്, എ എന്താ? ആന്ധ്രാപ്രദേശാണ്. അപ്പോൾ അത് ശരിയാണ്. 2 കർണാടകം, ബീഹാർ എന്നിവക്ക്, കർണാടകം ഉണ്ട്, കറുത്തതിൽ എന്തായിരുന്നു? അത് കർണാടകയാണ്. പിന്നെ ബീഹാർ, ജുബ്ബയിലെ ബി ഏതാ? ബീഹാറാണ്. അപ്പോൾ എന്താ? 2 സഭകൾ നിയമനിർമ്മാണ സഭയാണല്ലോ. അപ്പോൾ അതും എന്താണ്? ശരിയായ പ്രസ്താവന. അപ്പോൾ ശരിയായത് ഏതൊക്കെയാ? 2ഉം 3ഉം ആണ് അല്ലെ. ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉം ആണ് എന്ത്? ശരിയായ പ്രസ്താവനകൾ. ഇനി 33 ചുവടെ ചേർക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവന കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിന്റെ മുകൾ പരപ്പാണ് ജലപീഠം. 2 ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ. 3 ജലപീഠത്തിന്റെ മുകൾ പരപ്പാണ് കിണറ്റിലെ ജലനിരപ്പ്. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഏതൊക്കെയായിരിക്കും ശരിയായ? 1 ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിന്റെ മുകൾ പരപ്പാണ് ജലപീഠം. ശരിയാണ്. ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ. ജലപീഠത്തിന്റെ മുകൾ പരപ്പാണ് ഇത് കിണറ്റിലെ ജലനിരപ്പ് എന്ന് പറയുന്നത്. അത് എന്താണ്? ശരിയായ പ്രസ്താവനകളാണ്. 3 പ്രസ്താവനകൾ എന്താ? ശരിയായതാണ്. ഇനി 34ാമത്തെ ചോദ്യം. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവന ഏതാ? 1 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ MM പരീദ് പിള്ളയാണ്. ശരിയാണ്. 2 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് ആണ്. നിലവിലെ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാ? ഇതെന്താണ്? തെറ്റായ പ്രസ്താവന. നിലവിൽ ആക്ടിംഗ് ചെയർപേഴ്സൺ ആയിട്ടുള്ളത് ആരാന്ന് വെച്ചാൽ കെ ബൈജുനാഥ് ആണ് കേട്ടോ. കെ ബൈജുനാഥാണ് ഇപ്പോൾ ആക്ടിംഗ് ചെയർപേഴ്സൺ ആയിട്ട് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിൽ ആക്ടിംഗ് ചെയർമാൻ എന്ന് പറയുന്നത് കെ ബൈജുനാഥ്. അപ്പോൾ ഇത് തെറ്റാണ്. 3 ഡോക്ടർ എസ് ബലരാമൻ, ഡോക്ടർ TK വിൽസൺ എന്നിവർ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളായിരുന്നു. ഇതെന്താണ്? ഇതും ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ഇതിൽ ചോദിച്ചത് ശരിയായ പ്രസ്താവന ഏതൊക്കെയാ? 1ഉം 3ഉം ആണ് എന്ത്? ശരിയായ പ്രസ്താവനകൾ. നിലവിലെ സ്ഥിതി അനുസരിച്ചാണ് 1ഉം 3ഉം ആൻസർ ശരി കേട്ടോ. പക്ഷെ PSC ചോദിച്ച സമയത്ത് ആര് തന്നെയായിരുന്നു? ആന്റണി ഡൊമിനിക് തന്നെയായിരുന്നു. ഇനി 35ാമത്തെ ചോദ്യം. അൾട്രാ വയലറ്റ് രശ്മികളുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവന ഏതാണ്?
SCRT ക്വസ്റ്റ്യൻ ആണ് ഇത്. ഒന്ന്, തരംഗദൈർഘ്യം 400 നാനോമീറ്റർ മുതൽ 700 നാനോമീറ്റർ വരെയാണ്. 2, മനുഷ്യ ശരീരത്തിൽ മെലാനിൻ ഉൽപ്പാദിപ്പിക്കാൻ കാരണമാകുന്നുണ്ട് അൾട്രാവയലറ്റുകൾ. 3, ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. 4, ജലം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നു. ഇതിൽ ഏതൊക്കെയാണ് അൾട്രാവയലറ്റ് രശ്മികളുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായത്? ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ? ഒന്ന്, തരംഗദൈർഘ്യം 400 നാനോമീറ്റർ മുതൽ 700 നാനോമീറ്റർ വരെയാണ്. തെറ്റാണ്. എത്രയാ? 100 മുതൽ 400 നാനോമീറ്റർ വരെയാണ് ഇത് അൾട്രാവയലറ്റ്. 2, മനുഷ്യ ശരീരത്തിൽ മെലാനിൻ ഉൽപ്പാദിപ്പിക്കാൻ കാരണമാകുന്നുണ്ട്. ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് ഏതൊക്കെയാ? എക്സ്റേയും ഗാമാകിരണങ്ങളുമാണ്. എക്സ്റേസും അതുപോലെ ഗാമാകിരണങ്ങളുമാണ് ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. 4, ജലം ശുദ്ധീകരിക്കാനും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ ആൻസർ വരിക? 2ഉം 4ഉമാണ് എന്ത് ശരിയായ പ്രസ്താവനകൾ. 36, താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഹെർമൻ ഗുണ്ടട്ടുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഹെർമൻ ഗുണ്ടട്ടുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവന. 1, ഹെർമൻ ഗുണ്ടട്ട് ചർച്ച് മിഷൻ സൊസൈറ്റിയിലെ അംഗമായിരുന്നു. തെറ്റാണ് അല്ലേ? ഏതായിരുന്നു? BEMSലെ അംഗമായിരുന്നു. 2, രാജ്യസമാചാരം, പശ്ചിമോദ്യം എന്നീ പേരിൽ 2 മലയാള പത്രങ്ങൾ ആരംഭിച്ചു. ശരിയാണ്. 1846 ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു പ്രസിദ്ധീകരിച്ചു. തെറ്റാണ്. മലയാളം ഇംഗ്ലീഷ് നിഘണ്ടുവാണ് പ്രസിദ്ധീകരിക്കുന്നത്. മലയാളത്തിൽ ആദ്യത്തെ നിഘണ്ടുവും വ്യാകരണ ഗ്രന്ഥവും തയ്യാറാക്കി. അതും എന്താണ്? തെറ്റായ പ്രസ്താവനയാണ്. ശരിയായ പ്രസ്താവന ഏത് മാത്രമേ ഉള്ളൂ? 2 മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ സി ആണ് ആൻസർ. 37, താഴെ പറയുന്ന പ്രസ്താവനകൾ വിലയിരുത്തിയിട്ട് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ടാണ്. 1, ജിയുടെ പരമാവധി മൂല്യം ഭൂമധ്യരേഖയിലാണ്. 2, ജിയുടെ പരമാവധി മൂല്യം ധ്രുവങ്ങളിലാണ്. ഇത് ഏതാ ശരി എന്നുള്ളത്? ഏതാ? 2 മാത്രമല്ലേ ശരിയുണ്ടാവുള്ളൂ. ജിയുടെ പരമാവധി മൂല്യം എവിടെയാ? ധ്രുവങ്ങളിലാണ്. അപ്പോൾ 2 മാത്രമേ ശരിയുള്ളൂ. ഇനി 38ാമത്തെ ചോദ്യം, കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായ പ്രസ്താവന. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്. 1, നിലവിൽ വന്നത് 1993 ഡിസംബർ 3 ആണ്. ശരിയാണ്. 2, സംസ്ഥാന നിയമനിർമ്മാണ സഭയിലേക്കുള്ള ഇലക്ഷൻ നടത്തുവാനുള്ള അധികാരമുണ്ട്. തെറ്റാണ്. എവിടെയൊക്കെയുള്ളൂ? പഞ്ചായത്തുകളും അതുപോലെ നഗരസഭയിലേക്കുള്ള ഇലക്ഷൻ നടത്താൻ ആർക്ക് അധികാരമുള്ളൂ? നമ്മുടെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനുള്ളൂ. അപ്പോൾ 2ാമത്തെ പ്രസ്താവന തെറ്റാണ്. 3, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നു. ശരിയാണ്. A. ഷാജഹാനാണ് കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ശരിയാണ്. അപ്പോൾ ഏതൊക്കെയാണ് ശരി? തെറ്റായ പ്രസ്താവനയല്ലേ ചോദിച്ചല്ലേ? അപ്പോൾ 2 മാത്രമാണ് തെറ്റായ പ്രസ്താവന. 39, ഇന്ത്യൻ രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ടിട്ട് പ്രസ്താവനകൾ തെറ്റായ പ്രസ്താവന. ഇന്ത്യൻ രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായ പ്രസ്താവന. 1, രാഷ്ട്രപതിയുടെ കാലാവധി അവസാനിച്ചാലും അദ്ദേഹത്തിന്റെ പിൻഗാമി ഉദ്യോഗത്തിൽ പ്രവേശിക്കുന്നത് വരെ ഉദ്യോഗത്തിൽ അദ്ദേഹത്തിന് തുടരാൻ കഴിയും. 2, രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ അഭാവത്തിൽ ഉപരാഷ്ട്രപതി മുൻപാകെ ചെയ്യാൻ കഴിയും. 3, 2 പ്രാവശ്യത്തിൽ കൂടുതൽ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാൻ പാടില്ല. 4, രാഷ്ട്രപതിക്കെതിരെയുള്ള ആക്ഷേപ വിചാരണ ആരംഭിക്കേണ്ടത് ലോക്സഭയിലാണ്. അപ്പം ഇതിൽ രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? ഏതൊക്കെയാ തെറ്റായ? 1, രാഷ്ട്രപതിയുടെ കാലാവധി അവസാനിച്ചാലും അദ്ദേഹത്തിന്റെ പിൻഗാമി ഉദ്യോഗത്തിൽ പ്രവേശിക്കുന്നതുവരെ അദ്ദേഹത്തിന് ഉദ്യോഗത്തിൽ തുടരാം. ശരിയാണ്. 2, രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ അഭാവത്തിൽ ഉപരാഷ്ട്രപതി മുൻപാകെ ചെയ്യാം. തെറ്റാണ്. അങ്ങനെ പറ്റൂല. ആരുണ്ടായിരിക്കണം? നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നിയമിക്കുന്ന ഒരാളായിരിക്കണം. അദ്ദേഹം ഇല്ലെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം? വേറൊരാളെ നിയമിക്കണം. ഉപരാഷ്ട്രപതിക്കല്ല അതിന്റെ അധികാരം. 2, 3ാമത്തത് 2 പ്രാവശ്യത്തിൽ കൂടുതൽ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാൻ പാടില്ല. അങ്ങനെ ഒന്നും പറയുന്നില്ല അല്ലെ? നമ്മുടെ ഭരണഘടനയിൽ ഒരാൾക്ക് ഇത്ര പ്രാവശ്യമേ രാഷ്ട്രപതിയാകാൻ പാടുള്ളൂ എന്നൊന്നും പറയുന്നില്ല. 4, രാഷ്ട്രപതിക്കെതിരെയുള്ള ആക്ഷേപ വിചാരണ ആരംഭിക്കേണ്ടത് ലോക്സഭയിലാണ്. അതും പറയുന്നില്ല അല്ലെ? ലോക്സഭയിലും ആരംഭിക്കാം, രാജ്യസഭയിലും ആരംഭിക്കാം. അപ്പോൾ തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാ? 2, 3, 4 എന്താ തെറ്റായ പ്രസ്താവനകളാണ്. ഇനി 40ാമത്തെ ചോദ്യം, മൗലിക കടമകളുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്താം. മൗലിക കടമകളുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവന. 1, 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നിലവിൽ വന്നു. 2, ഇന്ത്യയുടേത് റഷ്യൻ മാതൃകയിലുള്ളതാണ്. 3, 11 മൗലിക കടമകൾ നമ്മുടെ ഭരണഘടനയിലുണ്ട്. 4, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സ്കൂളിൽ അയക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ്. ഇതിൽ മൗലിക കടമകളുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഏതൊക്കെയായിരിക്കും? 1, 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നിലവിൽ വന്നു അല്ലെ? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയായിരുന്നു ഇത് 42ാം ഭരണഘടനാ ഭേദഗതി. 2, ഇന്ത്യയുടെ റഷ്യൻ മാതൃകയിലാണ്. ശരിയാണ്. 11 മൗലിക കടമകളാണുള്ളത്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ്. അപ്പം 4 പ്രസ്താവനകളും ശരിയായതാണ്.
41 ചേരുംപടി ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ആർട്ടിക്കിൾ ഉണ്ട്, അതിൻ്റെ വകുപ്പ് ഏതാണെന്ന് കണ്ടെത്താം. ഓക്കെ, വകുപ്പും അതിൻ്റെ ഏതാണെന്നുള്ളതും കണ്ടെത്താം. സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ, അതിൻ്റെ ആർട്ടിക്കിൾ ഏതാണെന്ന് ഇപ്പുറത്ത് കണ്ടെത്താം. 2 അവസര സമത്വം. 3 തൊട്ടുകൂടായ്മ നിരോധനം. 4 നിയമത്തിന് മുമ്പിൽ സമത്വം. ഏതാ വരിക? സ്ഥാനപ്പേരുകൾ നിർത്തലാക്കുക. ഏതാ? ആർട്ടിക്കിൾ 18 പ്രകാരമാണ് സ്ഥാനപ്പേരുകൾ നിർത്തലാക്കുക എന്ന് പറയുന്നത്. അവസര സമത്വം ഏതാ? ആർട്ടിക്കിൾ 16 ആണല്ലേ. അവസര സമത്വത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 16 ആണ്. തൊട്ടുകൂടായ്മ ആർട്ടിക്കിൾ 17 ആണ്. അതേപോലെ നിയമത്തിന് മുമ്പിൽ സമത്വം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 14 ആണ് അല്ലേ. അപ്പോൾ സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ ആർട്ടിക്കിൾ 18, അവസര സമത്വം ആർട്ടിക്കിൾ 16, തൊട്ടുകൂടായ്മ നിരോധനം ആർട്ടിക്കിൾ 17, നിയമത്തിന് മുമ്പിൽ സമത്വം ആർട്ടിക്കിൾ 14. 42 താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ അവ നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. വേലുത്തമ്പി കലാപം ഏതാ വർഷം? 1809 വേലുത്തമ്പി കലാപം. 2 സാന്താൾ കലാപം 1855 പിന്നെ സന്യാസി കലാപം 1771 അല്ലേ. 1771 സന്യാസി കലാപം. ശിപ്പായി ലഹള 1857 അല്ലേ. 1850. അപ്പോൾ ആദ്യം വരേണ്ടത് ഏതാ? സന്യാസി കലാപം. 1771 നടന്ന സന്യാസി കലാപം ആദ്യം വരണം. സന്യാസി കലാപം ആദ്യം വരുന്നത് 3 ഒറ്റൊരു ഓപ്ഷനേ ഉള്ളൂ ഇതിനകത്തല്ലേ. അപ്പോൾ സന്യാസി കലാപം ആദ്യം ഏതാ വർഷം? 1771. രണ്ടാമത് വേലുത്തമ്പി കലാപം 1809. പിന്നെ 1855 ഏതാ? നമ്മുടെ സാന്താൾ കലാപം. പിന്നെ 1857 നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ ശിപ്പായി ലഹള എന്നറിയപ്പെടുന്ന 1857. ഇനി 43ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ കൺകറന്റ് വിഷയത്തിൽ ഉൾപ്പെട്ടവ ഏതൊക്കെയാണ് കണ്ടെത്തുക. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് ഏതൊക്കെയാ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട? 1 ട്രേഡ് യൂണിയൻ. ഏതാ? ട്രേഡ് യൂണിയൻ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടതാണോ? ശരിയാണ്. ട്രേഡ് യൂണിയൻ എന്താണ്? കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടതാണ്. ബഹിരാകാശ സാങ്കേതിക വിദ്യ കൺകറന്റ് അല്ല. സൈബർ നിയമം അവശിഷ്ടാധികാരമാണ്. കമ്പ്യൂട്ടർ സാങ്കേതിക ഇതൊക്കെ എന്താണ്? ബഹിരാകാശം നമ്മുടെ സെൻട്രൽ യൂണിയൻ ലിസ്റ്റിൽ വരുന്ന കാര്യമാണ്. സൈബർ ആണെങ്കിൽ ഏതാ? അവശിഷ്ടാധികാരം. കമ്പ്യൂട്ടർക്ക് അവശിഷ്ടാധികാരത്തിൽ വരുന്നതാ. അപ്പോൾ ഏത് മാത്രമേ കൺകറന്റ് ലിസ്റ്റിലുള്ളൂ? ട്രേഡ് യൂണിയൻ മാത്രമേ എന്തുള്ളൂ? കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടതുള്ളൂ. 44ാമത്തെ ചോദ്യം. കേരളത്തിലെ മന്ത്രിമാരും വകുപ്പുകളും കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. റോഷി അഗസ്റ്റിൻ ഏതാ വകുപ്പ്? റോഷി അഗസ്റ്റിൻ ജലവിഭവ വകുപ്പ് മന്ത്രിയാണ്. ആര്? റോഷി അഗസ്റ്റിൻ. കെ കൃഷ്ണൻകുട്ടി വൈദ്യുതി വകുപ്പ്. വി അബ്ദുറഹിമാൻ സ്പോർട്സ്. ഡോക്ടർ ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസമാണ് അല്ലേ. അപ്പോൾ റോഷി അഗസ്റ്റിൻ ഏതാ? ജലവിഭവമാണ്. കെ കൃഷ്ണൻകുട്ടി വൈദ്യുതി. വി അബ്ദുറഹിമാൻ സ്പോർട്സ് വകുപ്പാണ്. ഡോക്ടർ ആർ ബിന്ദു ഏതാ? ഉന്നത വിദ്യാഭ്യാസവും സാമൂഹ്യ നീതി വകുപ്പക്കാര ഡോക്ടർ ആർ ബിന്ദുവാണ്. 45ാമത്തെ ചോദ്യം. കാശ്മീരുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. കാശ്മീരുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവന. 1 കാശ്മീരിനെ വിഭജിച്ചിട്ട് ലഡാക്ക്, ജമ്മു കാശ്മീർ എന്നിങ്ങനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി. ശരിയാണ്. 2 വകുപ്പ് 370, 35A എന്നിവ റദ്ദാക്കി. വകുപ്പ് 370, 35A എന്താക്കിയിട്ടുണ്ട്? റദ്ദാക്കിയിട്ടുണ്ട്. 3 ഇന്ത്യൻ ഭരണഘടന എല്ലാ വ്യവസ്ഥകളും ജമ്മു കാശ്മീരിന് നിലവിൽ ബാധകമാണ്. ജമ്മു കാശ്മീർ നോർമൽ ഒരു സ്റ്റേറ്റിന്റെ പദവി തന്നെയാണ് നിലവിലുള്ളത്, അതായത് 2 കേന്ദ്രഭരണ പ്രദേശമായിട്ട്. 4 കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്ന വർഷം 2019 അതും എന്താണ്? ശരിയായ പ്രസ്താവനകളാണ്. അപ്പോൾ ഈ 4 പ്രസ്താവനകളും ശരിയാട്ടോ. ഒന്നുകൂടി വായിച്ചുതരാം. ജമ്മു കാശ്മീരിനെ വിഭജിച്ചിട്ട് ലഡാക്ക്, ജമ്മു കാശ്മീർ എന്നിങ്ങനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി. ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് 370, 355A എന്നിവ 2 ആർട്ടിക്കിൾ എന്താക്കിയിട്ടുണ്ട്? റദ്ദാക്കിയിട്ടുണ്ട്. അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഭരണഘടനാ ആർട്ടിക്കിൾ ആയിരുന്നു ഇത്. കാശ്മീരിനുണ്ടായിരുന്ന പ്രത്യേകമായിട്ടുള്ള 2 ഭരണഘടനാ ആർട്ടിക്കിൾസ് ആയിരുന്നു 370, 35A. അത് 2 റദ്ദാക്കി. പിന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ എല്ലാ വ്യവസ്ഥകളും ജമ്മു കാശ്മീരിന് നിലവിൽ ബാധകമാണ്. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്ന വർഷം ഏതാണെന്ന് വെച്ചാൽ 2019. 46ാമത്തെ ചോദ്യം. മനുഷ്യരിൽ വൃഷ്ണങ്ങൾ ഉദരാശയത്തിന് പുറത്ത് കാണുന്ന വൃഷ്ണസഞ്ചിയിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ അവസ്ഥക്ക് കാരണം എന്താണ്? 1 വൃഷ്ണങ്ങളിൽ ശരീര താപനിലയേക്കാൾ താഴ്ന്ന താപനില നിലനിർത്താൻ വേണ്ടിയിട്ട്. 2 വൃഷ്ണങ്ങളെ ഉൾക്കൊള്ളാൻ ഉദരാശയത്തിൽ സ്ഥലമില്ലാത്തതിനാൽ. ഇതിൽ വൃഷ്ണങ്ങൾ ഉദരാശയത്തിന് പുറത്ത് കാണുന്ന വൃഷ്ണസഞ്ചിയിൽ ഉൾക്കൊള്ളിക്കാൻ കാരണം എന്താണ്? എന്താ? 1 മാത്രമേ ശരിയുള്ളൂ അല്ലേ. വൃഷ്ണങ്ങളിൽ ശരീര താപനിലയേക്കാൾ താഴ്ന്ന താപനില നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. 48ാമത്തെ ചോദ്യം. ഫോസിലുകൾ കാണപ്പെടുന്ന ശിലയാണ് ആഗ്നേയശില. പ്രസ്താവന വിലയിരുത്താൻ വേണ്ടിയിട്ടാണ്. ഫോസിലുകൾ കാണപ്പെടുന്ന ശിലയാണ് ആഗ്നേയശില. 2 പരൽ രൂപമില്ലാത്ത ശിലയാണ് ബാഹ്യജാത ശില. 3 ലോഹ അയിരുകളുടെ മുഖ്യ ഉറവിടമാണ് ആഗ്നേയശില. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്?
ഏതൊക്കെയാ ശരിയായ പ്രസ്താവനകൾ? ഫോസിലുകൾ കാണപ്പെടുന്ന ശിലയാണ് ആഗ്നേയ ശില, തെറ്റാണ്. ഏതാ? അവസാദ ശിലകളാണ് അല്ലേ. ഫോസിലുകൾ കാണപ്പെടുന്ന ശില ഏതാ? അവസാദ ശിലകളാണ്. 2 പരൽ രൂപമില്ലാത്ത ശിലയാണ് ബാഹ്യജാത ശില, ശരിയാണ്. ലോഹ അയിരുകളുടെ മുഖ്യ ഉറവിടമാണ് ഇത്? ആഗ്നേയ ശില. അപ്പൊ 2ഉം 3ഉം ആണ് ഇത് ശരിയായ പ്രസ്താവനകൾ. 49ാമത്തെ ചോദ്യം, പ്രസ്താവന വിലയിരുത്താൻ വേണ്ടിയിട്ട് മദ്രാസ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായ ആദ്യത്തെ വനിതയാണ് മുത്തുലക്ഷ്മി റെഡ്ഡി. മദ്രാസ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ ആദ്യത്തെ വനിതയാണ് ആര്? മുത്തുലക്ഷ്മി റെഡ്ഡി, ശരിയാണ്. 2 ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് ആനി ബസന്റ് ആണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്ന വനിതയാണ് ആര്? ആനി ബസന്റ്. 3ാമത്തെ പ്രസ്താവന, സരോജിനി നായിഡുവിന്റെ പ്രശസ്തമായ പുസ്തകങ്ങളാണ് രാജകീയ മുരളി, ദ പൊസിഷൻ ഓഫ് വിമൻ എന്നിവ. അതെന്താണ്? തെറ്റായ പ്രസ്താവന. ലക്ഷ്മി മേനോന്റെ പുസ്തകങ്ങളാണ് ഇത്. ദ പൊസിഷൻ ഓഫ് വിമൻ എന്നൊക്കെ പറഞ്ഞാൽ ലക്ഷ്മി മേനോന്റെ പുസ്തകങ്ങൾ കേട്ടോ. ഇനി 4ാമത്തെ പ്രസ്താവന, ഇത് 4ാമത്തെ പ്രസ്താവനയാണ്. ഇവിടെ 4 എന്നുള്ള നമ്പർ എഴുതാൻ വിട്ടുപോയി. ആനി ബസന്റ് പാരീസിൽ നിന്ന് ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് തൽവാർ. ആണോ? അതും എന്താണ്? തെറ്റായ പ്രസ്താവനയാണ് കേട്ടോ. അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഏതൊക്കെയാണ്? 1ഉം 2ഉം മാത്രമേ എന്തുള്ളൂ? ശരിയായ പ്രസ്താവനകളുള്ളൂ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് വരിക. 1, 2 ശരിയാണ്, 3, 4 തെറ്റാണ്. ഈ 50ാമത്തെ ചോദ്യം ലാസ്റ്റ് ചോദ്യമാണ്. ശരിയായ ജോഡി കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. റെനിൻ വൃക്ക, ഓപ്ഷൻ ബി വാസോപ്രസിൻ ഹൈപ്പോതലാമസ്, ഓപ്ഷൻ സി റിലാക്സിൻ പ്ലാസൻഡ, ഓപ്ഷൻ ഡി ഗ്യാസ്ട്രിൻ ആമാശയം. അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. 50ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ശരിയായ ജോഡി ഏതൊക്കെയാണെന്നുള്ളത് റെനിൻ വൃക്ക, വാസോപ്രസിൻ ഹൈപ്പോതലാമസ്, പ്ലാസൻഡയുമായി ബന്ധപ്പെട്ടതാണ് റിലാക്സിൻ എന്ന് പറയും, ആമാശയവുമായി ബന്ധപ്പെട്ടതാണ് ഗ്യാസ്ട്രിൻ എന്ന് പറയും. അപ്പോൾ ഇതിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക.